ൊപ്പം ബിഷപ്പ് അലക്സ് വടക്കുംതല ചേരുകയാണ്. കണ്ണൂർ ബിഷപ്പ് നോക്കൂ, ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിക്കണം എന്നതാണ് ലോകം ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ച് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ മാർപ്പാപ്പ അതിനെതിരായ ഒരു സന്ദേശം നൽകുമ്പോൾ അതിനെതിരെയും ട്രംപ് വരികയാണ്. വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ സംസാരിക്കേണ്ടത് തന്റെ ചുമതലയാണ്, ഈ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നതാണ് മാർപ്പാപ്പ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിനെതിരെ, ആ നടപടികൾക്കെതിരെ, അത് തെറ്റാണെന്ന് പറയുന്നവർക്കെതിരെ പോലും ട്രംപ് സ്വീകരിക്കുന്ന ഈ നിലപാടും പ്രസ്താവനകളും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ലോക മനസാക്ഷിയുടെ ഒരു സ്വരമാണ് ലിയോ 14 പാപ്പ ഈ യുദ്ധത്തിനെതിരെ അറിയിച്ചത്. ട്രംപ് കാര്യം ശരി, ഇത്രയും സമ്പന്നമായ സ്വാധീനമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണെങ്കിലും തൻ്റെ ആ അധികാരവും തൻ്റെ ഉത്തരവാദിത്വവും മറന്നുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ്. യുദ്ധത്തെപ്പറ്റി, അതിൻ്റെ അധാർമികതയെപ്പറ്റിയൊക്കെ ലിയോ പാപ്പ പറഞ്ഞപ്പോൾ അത് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞത്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരുന്നു, യുദ്ധം എന്നുള്ളത് മാനവ സമൂഹത്തിൻ്റെ വലിയ ഒരു പരാജയമാണ്. ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് പറഞ്ഞത്. സഭ എന്നും പഠിപ്പിച്ചിട്ടുള്ളത് അതുതന്നെയാണ്. കാരണം യുദ്ധം ഒന്നിനും ഒരു ഉത്തരമല്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങൾ നമ്മുടെ കൊച്ചു ഭവനങ്ങളിലെ അടുക്കള വരെ വന്നിരിക്കുന്നു. ഗ്യാസ് കിട്ടാനില്ല, മറ്റു പല വിധത്തിലുള്ള പ്രതിസന്ധികൾ. ചെറിയ ഒരു ഹോട്ടൽ പോലും നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. ഇത് ലോകം മുഴുവനെ ഉള്ള ഒരു ആകാംക്ഷയുടെ, പ്രതിസന്ധിയുടെ ഒരു നിമിഷമാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് ധാർമ്മികതയുടെ സ്വരം മുഴങ്ങേണ്ടത്. ആ സ്വരം ഒരിക്കലും കെടുത്തിക്കളയാനാവില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ വാക്കുകൾ തീർത്തും അപലപനീയമാണ്. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി അതിനെ അപലപിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിലെ പല നേതാക്കന്മാരും, ഇറ്റാലിയൻ പ്രസിഡന്റ് ഇതിനെപ്പറ്റി വളരെ ലിയോ 14 പാപ്പയുടെ ആ വാക്കുകൾ വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നിലപാട് തീർത്തും അപഹാസ്യമാണെന്നുള്ള വിധത്തിലാണ് അങ്ങനെ പല ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളും ഈ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. യുദ്ധം എത്രയും വേഗം നിർത്തണം, അവസാനിപ്പിക്കണം. കാരണം നിഷ്കളങ്കരായ വ്യക്തികളാണ്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എത്രയോ മനുഷ്യരാണ് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത്. അതിനേക്കാൾ അതോടൊപ്പം തന്നെ വർഷങ്ങളായി നാം പടുത്തുയർത്തിയ പുരോഗതി, വളർച്ച എല്ലാം നമുക്ക് നഷ്ടപ്പെട്ട്, എല്ലാം തകർന്നറിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. ലിയോ 14 പാപ്പയുടെ ആ സ്വരം ഇനിയെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രവിക്കട്ടെ എന്നാണ് നമ്മുടെയും ആഗ്രഹം. അദ്ദേഹം അങ്ങനെ അപഹാസ്യനായി ലോകത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പാടില്ല. സമാധാനത്തിൻ്റെ പാത അദ്ദേഹം തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ. ഇത്രയും നാം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. പരിഷ്കാരവും നമ്മുടെ സംസ്കാരവും എല്ലാം ഉയർന്നു വരുന്നു എന്ന് നാം അവകാശപ്പെടുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരെ തച്ചു തകർക്കുകയും രാഷ്ട്രങ്ങളെ ചാമ്പലാക്കി മാറ്റുകയും ചെയ്യുന്ന നടപടിക്രമങ്ങൾ ഒരിക്കലും ആർക്കും സ്വീകരിക്കാനാവില്ല. ആ നിലപാട് തന്നെയാണ് ലിയോ 14 പാപ്പ എടുത്തതും. അത് ലോക മനസ്സാക്ഷിയുടെ സ്വരമായി നമ്മുടെ ഓരോരുത്തരുടെയും, ലോകം മുഴുവൻ അപ്രകാരമുള്ള ആ സ്വരം സ്വീകരിക്കുകയും യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടിയും ഇരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് എത്രയും വേഗം ഈ ധാർമ്മിക സ്വരം സ്വീകരിച്ച് അദ്ദേഹം സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കട്ടെ എന്നതാണ്. എൻ്റെ തൊട്ട് മുൻപ് എത്ര മനോഹരമായി അദ്ദേഹം ഇപ്പോഴത്തെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെ അപഗ്രഥിച്ചു. അതുകൊണ്ട് ലോകത്തിന് എന്താണ് നേടുന്നത്? ലോകം അധോഗതി പ്രാപിക്കുക, പുരോഗതി നമുക്ക് നഷ്ടമാകുന്നതല്ലാതെ എന്താണ് നമുക്ക് നേടാനുള്ളത്? തീർച്ചയായും ശത്രുതാ മനോഭാവം കൊണ്ട് ലോകത്തിന് എന്ത് നന്മയാണുള്ളത്?
ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, സോദരർ സർവരും നാം ഒരൊറ്റ സമൂഹമായി നമ്മുടെ ഈ കോമൺ ഹോം, ഈ പൊതുഭവനം നാം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതല്ലേ? അതാണ് നാം എടുക്കേണ്ട നിലപാട്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, ബിഷപ്പിലേക്ക് ഞാൻ തിരിച്ചെത്താം. സജിമോൻ ആന്റണിയിലേക്ക് പോവുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ലിയോ 14 മാർപ്പാപ്പയുടെ ഈ ആഹ്വാനത്തെ തുടർന്ന് പല കത്തീഡ്രലുകളിലും അത് ആവർത്തിക്കപ്പെടുകയാണ്. ആ സന്ദേശം ആവർത്തിച്ച് ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാഷിംഗ്ടണിൽ ഈ കർദിനാൾ മക്കൽറോയ് ഇതേ സന്ദേശം തന്നെ പകർന്നുകൊണ്ട് കുർബാന നടത്തുന്നു, അവിടെ സംസാരിക്കുന്നു, അതിന് ആയിരങ്ങൾ സാക്ഷിയാകുന്നു. അവർ ഈ ആഹ്വാനം ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് ഈ ഇപ്പോഴത്തെ വെടിനിർത്തൽ അത് തുടർന്നു പോകണം, ഒപ്പം തന്നെ ശാശ്വത സമാധാനത്തിന് വഴി തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കയിൽ പോലും കത്തീഡ്രലുകൾ കേന്ദ്രീകരിച്ച് ഈ വിധത്തിലുള്ള പ്രാർത്ഥനകൾ നടക്കുന്നു, അതിൽ വിശ്വാസികൾ വലിയ രീതിയിൽ പങ്കെടുക്കുന്നു. ട്രംപിന്റെ ഇപ്പോഴുള്ള പല നീക്കങ്ങൾക്കുമെതിരെ ആ തരത്തിലുള്ള ജനങ്ങളുടെ യോജിപ്പ് നമ്മൾ കാണുകയാണ്. അതൊന്നുകൂടി ബലപ്പെട്ടിട്ടുണ്ടോ? മാർപ്പാപ്പയ്ക്കെതിരെ തിരിഞ്ഞ് ആ സ്ഥാനം പോലും തന്റെ ഒരു ഔദാര്യമാണ് എന്ന തരത്തിലേക്കുള്ള പ്രസ്താവന ട്രംപിൽ നിന്ന് വരുമ്പോൾ ആ വികാരം കൂടുതൽ ശക്തിപ്പെടുന്നതാണോ അമേരിക്കയിൽ കാണുന്നത്? പൂർണ്ണമായിട്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞതിനോട് യോജിക്കുന്നു. വിത്ത് 2 നോട്ട്സ്. ടാരിഫ് ഈസ് എ സെപ്പറേറ്റ് ഇഷ്യൂ ആൻഡ് ഇറാൻ ഈസ് നോട്ട് എ സെയിന്റ്, ബട്ട് പീസ് ഈസ് ഓൺ ഇറ്റ്സ് വേ. റീസൺ, പല റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് സമാധാനം ഒരു കൈപ്പാട് അകലെയാണ് എന്ന് പറയുന്നതിന് കാരണം. ട്രംപ് ഈസ് ഇറ്റ് ലോ നൗ. ട്രംപിന്റെ ആ ഇമേജിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ആസ് എ അമേരിക്കൻ സിറ്റിസൺ, ഇറ്റ്സ് എ ഷെയിം ടു സേ ഇൻ ദ ലൈവ് TV ദാറ്റ് അവർ പ്രസിഡന്റ് ഈസ് റോങ് ഓൺ ഇറ്റ്സ് ഇറാൻ സബ്ജക്ട് എന്ന് പറയുന്നതിനകത്ത് സമാധാനം ഒരു പിടി അകലെയാണ്, അല്ലെങ്കിൽ ഒരു കയ്യെത്തും ദൂരെയാണ്, അല്ലെങ്കിൽ സംഭവിക്കും എന്ന് പറയാനുള്ള ഒരു റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പോണെങ്കിൽ തന്നെ 14 ദിവസമാണ് ട്രംപിന്റെ മാൻഡേറ്റിന്. ട്രംപ് അമേരിക്കൻ കോൺഗ്രസിന്റെയും സെനറ്റിന്റെയും അപ്രൂവലോട് കൂടി അല്ല ഈ യുദ്ധത്തിന് പോയത്. അതുകൊണ്ടിട്ട് 60 ദിവസം എന്നുള്ള ആ ഒരു ടൈം ഈസ് ടിക്കിംഗ്, 14 days ലെഫ്റ്റ്. ഒന്നാണ്. രണ്ടാമത്തേത്, മൂന്നാമത്തേത്, ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അമേരിക്കയിലൊക്കെ ട്രംപ് ഈസ് നോട്ട് എ കിങ് എന്ന് പറഞ്ഞുള്ള റാലികളൊക്കെ നടന്നിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനും മേളിൽ പോയി ഞാനിപ്പം യേശു തന്നെയാണ്, ദൈവം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ഡെപ്പിക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ഇൻ എൻറ്റയറിറ്റി 2.5 ബില്യൺ ക്രിസ്ത്യൻസ് ഉണ്ട് ലോകം ഏകമാകാൻ. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മതത്തിനെ അപമാനിക്കുന്ന തരത്തിലുള്ള നീക്കം അത് ഏത് പ്രസിഡന്റ് നടത്തിയാലും അപലപനീയമാണ്. അതിനകത്ത് ഒരു സപ്പോർട്ടും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഉച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതേ സമയം പോപ്പ് ലിയോയുടെ പരിശുദ്ധ പിതാവിന്റെ ആ വാക്കുകളെ ശ്ലാഘിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു നട്ടെല്ല് കാണിച്ച് ഇതൊരു ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മറ്റൊരു ടോപ്പിക്കാണ്, റിലീജിയസ് പോലും ആ ഒരു സബ്ജക്റ്റിൽ വളരെ ശക്തമായ ഒരു തീരുമാനമെടുത്ത പോപ്പിന്റെ ആ ഒരു ഇച്ഛാശക്തിയെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഓയിൽ പ്രൈസ് ഇവിടെ $2 മേളിലേക്ക് പോകുമ്പോൾ എപ്പോഴും വലിയൊരു വിഷയമാണിത്. ഇപ്പം $100 ബാരലിന് മേളിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ $2 കിട്ടിക്കൊണ്ടിരുന്ന ഗ്യാസിലിന് ഇവിടെ ഇപ്പം $4.5 ആവറേജ്, ചിലയിടത്തൊക്കെ 5 മേളിലായിട്ടുണ്ടത്. അത് വളരെ ഒരു ഇന്റേണൽ പ്രഷർ ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അടുത്തൊരു. എന്തോ മാഗയുടെ ആളായിരുന്നില്ലേ താങ്കൾ? Sorry, I was never a MAGA people, okay? But let me tell you by the way, ഞാൻ എപ്പോഴെങ്കിലും ചാനലിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു മാഗയുടെയോ നോൺ മാഗയുടെയോ ഡെമോക്രാറ്റിന്റെ റിപ്പബ്ലിക്കിന്റെ വക്താവായിട്ടല്ല ഇരിക്കുന്നത്. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പറയുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഒരു പാർട്ടിയുടെയും പക്ഷം പഠിക്കേണ്ട ആവശ്യമില്ല. അത് അമേരിക്കയുടെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും ഏത് രാജ്യത്തിനാണെങ്കിലും ആസ് എ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഇതാണ്, നമ്മൾ കാണുന്ന കാര്യങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.